ചെറുതേനീച്ച കൂടാണ്. ഇത് നമ്മൾ ഇന്ന് വിഭജിക്കാൻ പോവാണ്. ഇത് നമ്മളെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് തേനീച്ചക്കൂട്. ആദ്യം നമ്മൾ ഇതിൻ്റെ അപകടകാരികളായിട്ടുള്ള ഈച്ചകളെ നമ്മൾ കുപ്പിയിലേക്ക് ആക്കാൻ പോവാണ്. അതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് കുപ്പി വെച്ച് ജസ്റ്റ് ഒന്ന് മേടി കൊടുത്താൽ ഈച്ചകളൊക്കെ പുറത്ത് വന്ന് തുടങ്ങും. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ കുപ്പി വെച്ചുകൊണ്ടിരുന്നാൽ ഈച്ചകൾ ഈ കുപ്പിയിലേക്ക് ഫുള്ളാവും. ഇതിലുള്ള ഈച്ചകൾ അപകടമായിട്ട് ഈച്ചകളൊക്കെ കുപ്പിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി മൂടി വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. മൂടി വെച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ സേഫ്റ്റി പിന്നുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂടി വെക്കുന്നത്, അല്ലെങ്കിൽ ഒക്കെ ചത്തു പോകുന്നതാണ്. ഇത് തൽക്കാലം നമുക്കത് തോനെ വെയിലുള്ളാത്തതായിട്ട് ചൂട് പറ്റാത്ത സ്ഥലത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളിവിടെ അടുത്തേക്ക് തന്നെ മാറ്റി വെക്കുന്നത്. ഈ കൂട് നമ്മൾ തുറക്കാൻ പോവുകയാണ്. അപ്പം ഇതാണ് ചെറുതേനീച്ചൻ്റെ മുട്ടകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് റാണിൻ്റെ മുട്ട ഉണ്ടോയെന്ന് പരിശോധിക്കണം. അതാ റാണി ഇതാ പോകുന്നു. നമ്മൾ കൂട് തുറന്നപ്പോൾ നമ്മൾ റാണീനെ കണ്ടിട്ടുണ്ട്. കണ്ടോ? ഇതാണ് റാണി, ചെറുതേനീച്ചൻ്റെ റാണി ഇതാണ്. അപ്പം ഈ കൂട്ടിൽ നമ്മൾ ഈ കൂട് വിഭജിക്കാൻ ഈ റാണി ഈച്ചനെ പെട്ടെന്ന് നമുക്ക് വേറൊരു കൂട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മൾ വിഭജിക്കുന്ന കൂട്ടിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈർക്കിളി അതേമാതിരി ഇതാണ് റാണി തേനീച്ച. നമ്മളിപ്പോൾ ഈ ചട്ടിയിലേക്കാണ് നമ്മൾ ഈ പുതിയ കൂട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ റാണിയെയും ഈ പുതിയ മുട്ടകളെയും ഈ കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ 2 ഈർക്കിളി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മുട്ടകൾ എടുത്തു വെക്കുന്നത്. ഇതിലൊരു റാണിസെല്ല് നമ്മൾ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം ആ റാണിസെല്ല് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് റാണിയെ മാറ്റിയ കൂട്ടിലേക്ക് കുറച്ചും വിരിയാറായ മുട്ടകൾ മാത്രം വെച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ പിരിക്കാനായി ചെയ്യുന്നേ ഉള്ളൂ, തേനെടുക്കുന്നില്ല. ഇതിൽ ഈ അത്യാവശ്യം നല്ലോണം തേനുണ്ട് ഈ കൂട്ടിൽ. ആദ്യം നമ്മളെ ഈ ചട്ടിൻ്റെ നമ്മൾ പുതിയത് വെക്കാൻ ഉദ്ദേശിച്ച ഏത് കൂടായാലും അതിന്
ഒരു 6 mm ഹോൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ പുതിയ കൂടിൻ്റെ, അതായത് നമ്മളെ പഴയ ഉള്ള കൂടിൻ്റെ മെഴുക് ഉള്ളിലേക്കും അതേമാതിരി ഈ എൻട്രൻസ്, അതായത് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത ആ സ്പേസിലും നന്നായി ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അവർക്ക് പെട്ടെന്ന് സ്മെല്ല് കിട്ടി ഇതിലേക്ക് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ റാണിയെ കണ്ട് കൂട് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റാണിയെ പുതിയ കൂട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതിൽ റാണി സെല്ല് വെച്ചാൽ മതിയാവും, പെട്ടെന്ന് ഈ കൂട് സെറ്റാവും. ഇതിലേക്ക് നമ്മൾ പുതിയ മുട്ടകൾ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ റാണി പെട്ടെന്ന് മുട്ടയിട്ട് സെറ്റാവാനും അതേമാതിരി ഈച്ചകളുടെ എണ്ണം കുറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൂട്ടിലേക്ക് നമുക്ക് പുതിയ പഴയ വിരിയാനായ മുട്ടകൾ മാത്രം വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഴയ മുട്ടകൾ ഇതിൽ റാണി വിരിഞ്ഞ് സെറ്റാകുമ്പോഴത്തേനും ഇതിൽ ഇപ്പം ഇട്ട് ഇരിക്കുന്ന പുതിയ മുട്ടകൾ വിരിയാറായി തുടങ്ങും. അപ്പം 2 കൂട്ടിലും ഈച്ചകൾ തുല്യമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പൂമ്പൊടി തേനും പാടുള്ളൊരു ചെറിയ കഷ്ണമാണ്. ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഈച്ചകൾ പെട്ടെന്ന് ശരിയാക്കിക്കോളും. അപ്പം ബാക്കി ഇത്രയും മുട്ടയും പുതിയ മുട്ടയും തേനി നമ്മൾ ടൈമായിട്ടില്ല, നമ്മൾ മാർച്ച് ഏപ്രിൽ ടൈമിലാണ് നമ്മൾ ചെറുതേനീച്ച വിളവെടുക്കാറ്. അപ്പം കുറച്ചും കൂടി തേൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പുതിയ മുട്ടയും ബാക്കി ഉള്ളത് പഴയ മുട്ടയും വെച്ച് നമ്മൾ റാണി സെല്ല് കണ്ട ഈ മുട്ട നമ്മൾ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഈ കൂട്ടിൽ നിന്ന് കുറച്ചുകൂടി മെഴുക് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇത് തേനീച്ചൻ്റെ മെഴുകാണ്. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം അടക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് റാണി സെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട കുറഞ്ഞു പോയി കൂട് നശിക്കുക എന്നൊക്കെ കണ്ടാൽ പെട്ടെന്ന് കൂട് ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ എപ്പോഴും തുറന്നു നോക്കാതെ ഈ ഈച്ചകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആദ്യം കളറ് വൈറ്റ് ഇത് വെക്കുന്നത്. അതിപ്പം ഈ വെക്കുന്ന പുതിയ കൂട്ടിലേക്കും നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് ഈ കുറച്ച് മെഴുകെടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ കൂട് തുറന്നു നോക്കാതെ തന്നെ ഉള്ളിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. ഇത് ചെറിയൊരു പീസ്, ഈ കലം കുറച്ച് വലുതായതുകൊണ്ട് ചെറിയൊരു പീസിൻ്റെ കൂടി ആവശ്യമുണ്ട്.
ഈ ഷീറ്റിൻ്റെ വലുപ്പത്തിന് കുറച്ചൊരു വലുപ്പമുണ്ട്. അപ്പം ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തവിടെ വെക്കുകയാണ്. ബാക്കി ഇതിൻ്റെ ഹോളുകളൊക്കെ ഈച്ചകൾ പെട്ടെന്ന് തന്നെ അടച്ചോളും. ഇതിപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച് വെച്ച നമ്മളെ അപകടമായിട്ടുള്ള ഈച്ചകളെയാണ്. ഇതിൽ കുറച്ച് നമ്മൾ വെള്ളം കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോനെ പാറാൻ കഴിയാത്ത കോലത്തിൽ, പറക്കാൻ കഴിയാത്ത കോലത്തിൽ ഈച്ചകൾ നിൽക്കും. ആ സമയം നമ്മൾ ഈ കൂട്ടിലേക്ക് തന്നെ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഈ ഈച്ചകളെ ഇതിലേക്ക് തന്നെ തട്ടി കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ജസ്റ്റ് ഒരു അടപ്പ് ഇതിന് വെച്ച് കൊടുക്കുക. അതായത് വെയിൽ തട്ടാതെക്കാനുള്ള, വെളിയിലും വെളിച്ചും തട്ടാക്കാൻ പറ്റുള്ളൊരു അടപ്പ് ഇതിന് കെട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പുതിയത് ഉണ്ടാക്കിയ കൂട് നമ്മളെ മേലെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച അതേ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈച്ചകളുണ്ടാവും നമ്മൾ തേച്ച് കൊടുത്ത മെഴുകിലേക്ക് വന്ന് കയറാനുള്ള നോക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ അതാ തേനീച്ചകൾ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു ജസ്റ്റ് ഒരു കയറ് കെട്ടി ഇതൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കെട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് മേലെയൊക്കെ തന്നെ സെറ്റാക്കാം. അവിടെ കുറേ ഈച്ചകൾ പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈച്ചകൾ ഇതിലേക്ക് സെറ്റാവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ പഴയ കൂട്, അതായത് നമ്മളെ മാതൃകൂട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം തൽക്കാലം കുറച്ച് ഈച്ചകൾ കയറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ പിരിച്ച സ്ഥലം, അതായത് നമ്മൾ കൂട് താഴോട്ട് ഇറക്കിയ ആ സ്ഥലത്ത് നമ്മൾ വെക്കുകയാണ്. അപ്പം മേലെ കൂട്ടിലേക്ക് ഈച്ചകൾ കയറുന്നുണ്ട്. കാണിക്ക്, മേലെ ഈ കൂട്ടിലേക്ക് ഈച്ചകൾ കയറുന്നുണ്ട്, താഴെ കൂട്ടിലേക്കും ഈച്ചകൾ വന്ന് കയറുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൂട് പിരിക്കുമ്പോൾ വെച്ചാൽ ഈ ഒരു ചീർപ്പ് നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മളെ രോമങ്ങളിലേക്കൊക്കെ ഈച്ചകൾ വന്ന് കയറുമ്പോൾ ജസ്റ്റ് ഈച്ചകൾ ചാവാതെ രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമാണ്. ഇടുക, ഇത് കാണിച്ചിട്ടോ കണ്ടോ, നമ്മൾ ഈച്ച നമ്മളെ രോമത്തിനുള്ളിൽ കുടുങ്ങിയെടുക്കുകയാണ്. അങ്ങനെ എടുത്ത് ഒഴിവാക്കിയാൽ ആ ഈച്ച ചാവാതെ രക്ഷപ്പെടും. നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി വയ്ക്കാം, എന്നിട്ടുള്ള ഈച്ചകളുടെ വിശേഷങ്ങൾ കാണാം. അത് നമ്മൾ പുതിയത് വെച്ച കോളനിയിലേക്ക് ഈച്ചകളൊന്ന് കയറുന്നുണ്ട്. നമ്മളെ നമ്മളാ മെഴുക് ഒട്ടിച്ചു കൊടുത്ത ആ ഹോളിലൂടെയാണ് ഈച്ചകൾ ധാരാളമായിട്ട് കയറുന്നത്. അപ്പം ബാക്കിയുള്ള പുറത്ത് പോയിട്ടുള്ള എല്ലാ ഈച്ചകളും ഈ കൂട്ടിലേക്ക് വന്ന് സെറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളെ മാതൃ കോളനി നമ്മൾ ഇവിടുന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ വേറെ സ്ഥലത്തിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യം ഈച്ച ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഹുക്കിലാണ് ഈ മാതൃക്കോളി നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ഈച്ചകൾ, ഇതിലുള്ള ഈച്ചകൾ ഇവിടെ സെറ്റായിക്കോളും. ഇവിടെ കുറച്ച് കൂടുകളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പിരിച്ചു വെച്ച കുറച്ച് കൂടുകൾ ഇവിടെ ഉണ്ട്.
എല്ലാ ഈച്ചകളും വന്ന് കയറി ഇതിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ ഇടുന്ന വീഡിയോകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ അമർത്താൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, താങ്ക് യു.